എന്താണ് ആ ഫോട്ടോയിൽ കുഴപ്പം? നിങ്ങൾ ഇത് പലതരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നിരുത്തരവാദപരമായ പെരുമാറ്റമാണെന്നും ആചാര ലംഘനമാണെന്നും മുഖ്യമന്ത്രിക്കാണ് ഉത്തരവാദിത്വമെന്നും ഒക്കെ വിശ്വ ഹിന്ദു പരിഷത്തിന്റേതായുള്ള പ്രതികരണം കേട്ടു. എന്താണ് ആ ഫോട്ടോയിൽ കുഴപ്പം? എന്താണ് അതിലെ ആചാര ലംഘനം? സ്വാമിയെ ശരണമയ്യപ്പ, അതിലെ ആചാര ലംഘനം എന്താണെന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റല്ലേ? 18-ാം പടി എന്ന് പറയുന്നത് എന്താണ്? ശബരിമലയിലെ സന്നിധാനത്തെ ആ ചൈതന്യം, അതായത് ആ ശ്രീകോവിലെ ചൈതന്യത്തിന്റെ അതേ ചൈതന്യമാണ് 18-ാം പടിയിലും ഉള്ളത്. അതുകൊണ്ടാണ് ഇരുമുടി ഏന്തിയ ഭക്തരെ മാത്രമേ 18-ാം പടി വഴി കയറ്റി വിടാറുള്ളൂ. എത്രയോ കാലങ്ങളായി. ഇതിനു മുമ്പ് ഈ ചെമ്പ് പൊതിയുന്നതിന് മുമ്പ് 18-ാം പടി ഈ കല്ലിലായിരുന്ന കാലത്ത് അന്ന് ഭക്തജനങ്ങൾ ഇത്രത്തോളം ഭക്തജനങ്ങൾ ഇല്ലാത്ത സമയത്ത് കയറുന്ന ഭക്തർക്ക് തിരിച്ചും 18-ാം പടി വഴി തന്നെയാണ് ഇറങ്ങാൻ സൗകര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 2 നെയ്ത്തേങ്ങയോടൊപ്പം 2 നാളികേരം കൊണ്ടുപോകും. പണ്ടൊക്കെ ആ ഓരോ പടികളിൽ ഓരോ വർഷം തികയുമ്പോൾ ആ പടികളിൽ നാളികേരം അടിച്ചാണ് കയറുന്നത്. അതുപോലെ തിരിച്ചിറങ്ങുമ്പോൾ മുകളിൽ നാളികേരം അടിച്ചിട്ട് ഓരോ പടികളായിട്ട് പിന്തിരിഞ്ഞാണ് ഇറങ്ങാറുള്ളത്. അയ്യപ്പൻ അഭിമുഖമായിട്ടാണ് ഓരോ പടികൾ ഇറങ്ങാറുണ്ടായിരുന്നത്. എന്തിന്? ഇപ്പോഴും മേൽശാന്തിമാരായാലും തന്ത്രിമാരായാലും അവിടുത്തെ പടിപൂജ നടക്കുമ്പോൾ പോലും അവരും പിന്തിരിഞ്ഞ് അഭിമുഖമായിട്ടാണ് ഇറങ്ങാറുള്ളത്. അത്ര പുണ്യ പവിത്രമായ 18-ാം പടിയാണ്. ആ 18-ാം പടിയിലാണ് ഈ പിണറായിയുടെ പോലീസുകാർ നിരന്ന് നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, ഇത്രയും കാല ചരിത്രത്തിനിടയിൽ ഇതുപോലൊരു സംഭവം ശബരിമലയിൽ അരങ്ങേറിയിട്ടുണ്ടോ? 18-ാം പടിയിൽ പോലീസുകാർ നിന്ന് ആൾക്കാരെ കയറ്റി വിടുമ്പം പോലും അവർ ആ സൈഡ് ചെരിഞ്ഞു നിന്നാണ് കയറുന്നത്. അല്ലാതെ പിന്തിരിഞ്ഞ് നിന്ന് ചെയ്യാറില്ല. സൈഡ് ചെരിഞ്ഞു നിന്ന് 2 സൈഡിലായിട്ട് നിന്ന് അത്ര ആ ശുദ്ധിയോടുകൂടിയും വിശുദ്ധിയോടുകൂടിയും ആ ഭക്തിയോടുകൂടിയാണ് അയ്യപ്പന്മാരെ കയറ്റിവിട്ടുകൊണ്ടിരുന്നത്. ഇന്ന് അത് മാറിയിട്ട് അവിടെ നിലനിൽക്കുന്ന ആൾക്കാർ എന്താണ്, ഇത് ഫോട്ടോഷൂട്ട് നടത്താനുള്ള സ്ഥലമാണോ ശബരിമലയിലെ 18-ാം പടി? ഞാൻ ചോദിക്കട്ടെ, അവിടെ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്. അവിടെ ആ തിരുമുറ്റ താഴെ സ്ഥലങ്ങളില്ലേ? അല്ലെങ്കിൽ വേണ്ട, അതിന് താഴെയുള്ള പടികളില്ലേ? പടിയിൽ നിന്ന് തന്നെ ഫോട്ടോ എടുക്കണമെങ്കിൽ താഴെ 18-ാം പടിക്ക് താഴെ അയ്യപ്പന്മാര് നടപ്പന്തിൽ നിന്ന് കയറിപ്പോകുന്ന പടിയുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ ബാക്കിൽ ഈ 18-ാം പടി കാണുകയും ചെയ്യുമല്ലോ. അപ്പൊ ഇത് മനഃപൂർവ്വമായിട്ട് ആചാര ലംഘനത്തിന് വേണ്ടിയാണ്. ആ ആചാര ലംഘന ശ്രമം തന്നെയാണ് അവിടെ നടന്നത്. സംശയവും വേണ്ട. താങ്കൾ തന്നെ സൂചിപ്പിച്ചുവല്ലോ, ഒരു കാലത്ത് അതുവഴി തന്നെ ദർശനം നടത്തിയതിനു ശേഷം ആളുകൾ ഇറങ്ങി വന്ന കാലം ഉണ്ടായിരുന്നു എന്നത് താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നു. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ പോലീസ് അവിടെ നേരെ അഭിമുഖമായി നിന്നിട്ടാണ് 2 വരിയിൽ പോലീസ് ആളുകളെ കയറ്റിവിടുന്നതെങ്കിൽ പോലും ശ്രമകരമായ ഒരു ജോലിയാണ്. അതിൽ പലപ്പോഴും അവർ അറിയാതെ തന്നെ തിരിഞ്ഞു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്ത് വ്യത്യാസമാണ് അവർ ഒരു നിമിഷത്തെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ എന്ന ഒരു ചോദ്യമില്ലേ? അതുപോലെയാണോ ഇത്? അവിടെ അയ്യപ്പന്മാരെ കയറ്റി വിടുമ്പോൾ അറിയാതെ, നിങ്ങൾ പറഞ്ഞല്ലോ അറിയാതെ ഒന്ന് തിരിഞ്ഞു പോയിന്ന്. അപ്പൊ അറിഞ്ഞുകൊണ്ടല്ലോ, മനഃപൂർവ്വമല്ലല്ലോ. സൈഡ് ചെരിഞ്ഞു നിന്നാണ് അയ്യപ്പന്മാരെ കയറ്റി വിടുന്നത്. ചിലപ്പോൾ ഒരാളിനെ പിടിക്കാനോ അല്ലെങ്കിൽ ഒരാൾ വീഴാൻ പോകുമ്പോൾ അയാളെ രക്ഷിക്കാനോ ശ്രമിക്കുന്നില്ലേ, ചിലപ്പോൾ ചെരിഞ്ഞു പോയേക്കാം. അപ്പൊ അതുപോലെയാണോ അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി, ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇത്രയും പോലീസുകാർ നിലനിൽക്കുന്നത്? പണ്ടൊക്കെ ശബരിമലയിൽ ഞാൻ 54 വർഷമായിട്ട് ശബരിമലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ശബരിമലയിൽ പണ്ട് കാലത്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അയ്യപ്പന്മാർ, പോലീസ് അയ്യപ്പന്മാരെന്നാണ് അവരെ വിളിക്കുന്നത്. ഇന്നിപ്പോൾ ഡ്യൂട്ടിക്കുള്ള ആരെങ്കിലും പോലീസ് അയ്യപ്പന്മാരെന്ന് വിളിക്കാൻ പറ്റുമോ? അവര് ആ കാലഘട്ടത്തിൽ വ്രതധാരികളായി അവർ ക്ഷൗരം ചെയ്യാതെ, അവര് ചെരുപ്പിടാതെ, ഷൂ ഇടാതെ, ബെൽറ്റ് ഇടാതെ, കറുത്ത് തോർത്ത് തോളി കെട്ടിയോ അല്ലെ അരയിൽ കെട്ടിയോ ഈ ഫോട്ടോയിലുള്ള ആരെങ്കിലും ഷൂ ധരിച്ചോ ബെൽറ്റ് ധരിച്ചോ നിൽക്കുന്നത് താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതിൽ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ. ആ കാലഘട്ടത്തെ കാര്യമാണ് പറഞ്ഞത്. ആ കാലത്ത് ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അവിടെ നിൽക്കുന്ന ആരെങ്കിലും, ഈ പോലീസുകാരിൽ ഒരാളെങ്കിലും ഒരു അയ്യപ്പ വിശ്വാസിയായിരുന്നെങ്കിൽ ആ ഫോട്ടോയ്ക്ക് അവിടെ പോസ്റ്റ് ചെയ്യുമായിരുന്നില്ല. ഒരിക്കലും 18-ാം പടിയിൽ ആ 18-ാം പടി അശുദ്ധമാക്കാൻ വേണ്ടി അവിടെ ഒരിക്കലും പോസ്റ്റ് ചെയ്യുമായിരുന്നില്ല. അതാണ് സത്യം. അതിനെതിരെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രതികരിച്ചത്. അത് ഹൈക്കോടതി അതിന് ഇടപെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ADGP ശ്രീ ശ്രീജിത്ത് സാറ് സന്നിധാന സ്പെഷ്യൽ ഓഫീസറോട് അതിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ അതത്ര സീരിയസ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്, അല്ലാതെ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. വിശ്വ ഹിന്ദു പരിഷത്ത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ, സംശയം എന്താ? കാര്യം ഇന്നത്തെ പോലീസുകാരുടെ അവസ്ഥ എന്താ? അവിടെ വരുന്ന ഡ്യൂട്ടിക്ക് വരുന്ന പോലീസുകാർ എത്ര പേരുണ്ട്? വ്രതധാരികൾ എത്ര പേരുണ്ട്? അയ്യപ്പ വിശ്വാസികൾ. ഞാൻ എല്ലാ വർഷവും ശബരിമല പോകുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ശബരിമല പോകുമ്പോൾ ഒരു ഫോൺ ചെയ്തു അവിടുത്തെ ആ താഴത്തെ പമ്പയിലെ കൺട്രോൾ റൂമിലേക്ക്. നമ്മൾ എപ്പോ ഈ ശബരിമലയിലെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഫോൺ ചെയ്താലും
ഫോൺ എടുത്തിട്ട് ആദ്യം പറയുന്ന സ്വാമി ശരണം എന്നാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഹലോ എന്നാണ് കേട്ടത്. ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഓഫീസറോട് ചോദിച്ചു എന്താണ് ഇവിടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവന് ഇപ്പൊ വരുന്ന ആൾക്കാർക്കൊന്നും സ്വാമി ശരണം പറയാൻ താല്പര്യമില്ല. അപ്പൊ ആലോചിച്ച് നോക്കിയേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ഡ്യൂട്ടിക്ക് ഇടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ടില്ലേ, പോലീസുകാരുടെ നിരുത്തരവാദമായ പെരുമാറ്റം കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവിടെ അയ്യപ്പന്മാർക്കുണ്ടായി. അതുപോലെ ഇത്തവണയും അത് ഉണ്ടാവാതിരിക്കാനാണ് ഞങ്ങൾ ഈ ഓരോന്നായിട്ട് പറയുന്നത്. ഈ ക്ഷേത്ര വിശ്വാസികളായ അയ്യപ്പ വിശ്വാസികളായ വ്രതധാരികളായ പോലീസുകാരെ മാത്രമേ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കാവൂ. അല്ലാതുള്ളവരെ നിയോഗിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും. അതിൽ ആരെങ്കിലും വ്രതധാരിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അയ്യപ്പ വിശ്വാസിയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അനാചാരത്തിന് അവർ കൂട്ടു നിൽക്കുമായിരുന്നില്ല.